ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വന്ന വിഷയം, ചില ആൾക്കാർക്ക് കല്ല് കടിക്കും, എന്നാലും ഇത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കാരണം നമ്മളിപ്പോൾ ഈ റീസണിൽ നമ്മൾ കണ്ടതാണ്, ഒരു പ്രമുഖ റാപ്പറുടെ പേർക്ക് ഒരു പെൺകുട്ടി കൊണ്ടുവന്ന് ഒരു കേസ് കൊടുത്തിരിക്കുന്നത്. അത് പീഡനം, കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചിരിക്കുന്നു എന്ന്. അപ്പം ഞാൻ ഈ പെൺകുട്ടിയോടാണ് ഇത് ചോദിക്കാനുള്ളത്. നിങ്ങൾ എന്തുകൊണ്ടാണ് അയാൾ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞപ്പം നിങ്ങൾ അയാളെ വിശ്വസിച്ചത്? കാരണം നമ്മളെ ഒരാൾ കല്യാണം കഴിക്കാമെന്ന് പറയുന്നത് അത് അയാൾക്ക് നമ്മളെ മാനസികമായി ശാരീരികമായി യൂസ് ചെയ്യാനുള്ള ലൈസൻസ് അല്ല ഒരിക്കലും. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. ഒരു വ്യക്തിക്ക് നമ്മൾ ഒരിക്കലും അങ്ങനെ ശാരീരികമായോ മാനസികമായോ യൂസ് ചെയ്യാനുള്ള ഒരു ലൈസൻസ് മാത്രമായി കല്യാണം എന്നൊരു പദം യൂസ് ചെയ്യരുത്. അത് വലിയ റോങ് ആണ്. ഇപ്പം നമ്മുടെ അടുത്ത് ഒരാളടുത്ത് കൂടി നമുക്കറിയാം ഇയാൾ ശരിയാണോ തെറ്റാണോ, ഇയാൾ ആത്മാർത്ഥത ഉള്ളവനാണോ. തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾക്കും അതിനെ തിരിച്ച് ആൺകുട്ടികൾക്കും മനസ്സിലാവും. ചിലവരുണ്ട് ഇതൊരു എന്താ പറയുക, ഒരു ടൈം പാസ്സായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അവർ ഈ ഒരു ബന്ധത്തെ ടൈം പാസ്സായിട്ട് മാത്രമേ കാണുള്ളൂ. അത് ആ ഒരു ടൈം അവർ പോവുക, അതിൽ ആസ്വദിക്കുക, തിരിച്ചു വരിക എന്ന് മാത്രം ചെയ്യുന്ന ചില വ്യക്തികളും ഇന്ന് ഈ സമൂഹത്തിൽ ഇരിക്കുന്നുമുണ്ട്. നമ്മളത് കാണുന്നുണ്ട്. പല ആൾക്കാരിലും അങ്ങനത്തുള്ള ബന്ധങ്ങളുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഈ കല്യാണം കഴിച്ചു എന്ന് പീഡിപ്പിക്കുന്നു എന്ന് പറയുന്ന പെൺകുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും ഇങ്ങനെയുള്ളവന്മാരെ നിങ്ങൾ ഒരിക്കലും വിശ്വസിച്ചതാണ് നിങ്ങൾ ചെയ്ത തെറ്റ്. ഇപ്പം പ്രേമിക്കാം, അതിനൊരിക്കലും തെറ്റല്ല. അതിൽ ഇപ്പം ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി ഡേറ്റിങ്ങിന് പോകുന്നുണ്ട്. പലതും നമ്മൾ കാണുന്നുണ്ട് ഈ സമൂഹത്തിൽ. ഇന്ന് ജീവിതത്തിൽ പല രീതിയിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരു ഡേറ്റിങ്ങിന് പോകുന്നത് തെറ്റാണെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ രണ്ടുപേർക്ക് സമ്മതത്തോടെ പോകുന്നെങ്കിൽ ഒരിക്കലും അത് തെറ്റല്ല. ഒരാളെ പോസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് സീരിയസ്ലായി അത് തെറ്റ് തന്നെയാണ്. അതിന് ഒരിക്കലും നമുക്ക് ആർക്കും അത് യോജിച്ച് പോകുന്നത്. ഇപ്പം ഇവർ രണ്ടു കൂട്ടരും പോയതോ ഇല്ലെങ്കിൽ ഇവർ എല്ലാവരും ചേർന്ന് റൂം എടുത്തതോ ഒന്നും നമ്മളിത് അറിയില്ല. കുറേ കാലങ്ങൾ കഴിഞ്ഞു. ഇത് പരസ്പരം ചെളി വാരി അറിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവരിങ്ങനെ ആയിരുന്നു, ഇവർ രണ്ടുപേരും പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, ഇവർ പരസ്പരം ഇങ്ങനെയുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു. നമ്മൾ പിന്നെയാണ് ഓരോരുത്തർ അത് ശരിക്കും ഇത് അനുഭവിക്കുന്ന ആ വ്യക്തികളുടെ ഫാമിലിയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്നത്. അപ്പോഴിവരത് അറിയത്തില്ല. ഒരു വാശിയുടെ പുറത്ത് ചെന്ന് എടുത്ത് ചാടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെളി വാരിയങ്ങ് എറിയും. പിന്നെ ഈ കുട്ടിയോ ഇങ്ങനെ കല്യാണം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ഇല്ലെങ്കിൽ ഇവരെ ഇതിന് നിന്ന് കൊടുക്കുന്ന പെൺകുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ചെയ്ത തെറ്റ് തന്നെയാണ്. ഒരിക്കലും നിങ്ങൾ ചെയ്ത ശരിയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇപ്പം നമ്മുടെ അടുത്തൊരു പുരുഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവരുടെ നോട്ടത്തിലോ സംസാരത്തിലോ നമുക്ക് മനസ്സിലാവും ഇവരാളെങ്ങനെയാണെന്ന്. ഇല്ലെങ്കിൽ ഒരു റിലേഷനായി ഒരു മാക്സിമം ഒരു 2-3 ഡേയ്സിനുള്ളിൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാം ഇവരെന്തിനാണ് നമ്മളടുത്ത് അടുത്ത് കൂടിയിരിക്കുന്നതെന്നും ഇവർ നമ്മളോട് എന്താണ് സംസാരിക്കുന്നതെന്നും ഒക്കെ വ്യക്തമായിട്ട് നമ്മളിപ്പോൾ ഒരു 1 ഇയർ തീർച്ചയായിട്ടും അറിയാം. അത് കഴിഞ്ഞതിന് ശേഷം വേണം ഇവരുമായിട്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും പല സ്ഥലങ്ങളിൽ പോകാനും. ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം അവർ ഒരുമിച്ച് പലയിടത്ത് യാത്രകളാണ്. ട്രെയിൻ വരുന്നിടത്ത് കാത്തു നിൽക്കുക, ഒരുമിച്ച് ടൂറ് പോകുക. അതിപ്പം IT കമ്പനി വർക്ക് ചെയ്യുന്ന പെൺകുട്ടികളാണെങ്കിൽ വീട്ടിലെ പേരൻസ് അറിയാതെ ഓഫീസിൽ നിന്നാന്ന് പറഞ്ഞുകൊണ്ട് ഇവരൂടെ പുറത്ത് പോവുക. പലതും കാണുന്നുണ്ട്. ഇപ്പോൾ ഈ സമൂഹത്തിൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ് പെൺകുട്ടികളും ആൺകുട്ടികളും കാണിച്ചു കൂട്ടുന്ന പല പ്രവർത്തികൾ. നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കാൻ കൊണ്ടാക്കിയിരിക്കുകയാണെന്ന്. തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കും. അതുപോലെ അവർ പോകുന്നതോ ഇല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്ന് അവർ ജോലി ചെയ്യുന്നതാണ്, ഇല്ലെങ്കിൽ ഇവർ IT കമ്പനിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്. പല സ്ഥലങ്ങളും നമ്മൾ കണ്ടിരിക്കുന്നതാണ്. ഇല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിലാണ് ഇവർ വർക്ക് ചെയ്തെടുത്ത് നിന്ന് ടൂറ് പോവുകയും നമ്മൾ അങ്ങനെ ചിന്തിക്കും. വീട്ടിലിരിക്കുന്ന വ്യക്തികൾ ചിന്തിക്കും, അയ്യോ എൻ്റെ മകൾ ടൂറ് പോയിരിക്കുകയാണ്, ഇല്ലെങ്കിൽ അവിടെ നിന്ന് ജോലി സ്ഥലത്ത് നിന്നല്ല. പക്ഷേ ഒരിക്കലുമല്ല. ഇവർ പ്രേമിക്കുന്ന വ്യക്തിയുമായിട്ടായിരിക്കും പോയിരിക്കുന്നത്. കാരണം എനിക്കറിയാവുന്ന ഒരു ഫ്രണ്ടുണ്ട്, പുള്ളിക്കാരിയായിട്ടൂടെ ദുബായിലായിരുന്നു. ദുബായിൽ വെച്ച് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ആ പുള്ളിക്കാരി അവിടെ ബാംഗ്ലൂർ എഞ്ചിനീയർ പഠിക്കുകയാണ്. പുള്ളിക്കാരിയുടെ സ്ഥലമെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു സ്ഥലത്താണ്. സ്ഥലം ഞാൻ പറയത്തില്ല. പക്ഷേ ആ പുള്ളിക്കാരി 5 വർഷമായിട്ട് ഒരു പയ്യനുമായിട്ട് അവിടെ ലീവിങ് റിലേഷൻഷിപ്പായിരുന്നു. ഒരു 10 വർഷത്തിന് മുമ്പൊരു കാര്യം ഞാൻ പറയുന്നത്. അപ്പം അവർ തമ്മിൽ അടിച്ച് പിരിയുകയും പിന്നെ ഈ പെൺകുട്ടി വേറൊരാളെ കല്യാണം കഴിച്ച് പോവുകയും ചെയ്തു. അതൊക്കെ ഓക്കെ, പിന്നെ അവർ ആ ഒരു റിലേഷൻ വെക്കുകയൊന്നും ചെയ്തില്ല. പക്ഷേ ആ പെൺകുട്ടി മാനസികമായിട്ട് ഒത്തിരി തകർന്നിരുന്നു. ഈ ഒരു റിലേഷൻഷിപ്പ് വെച്ചതിന് ശേഷം ആ പെൺകുട്ടി മാനസികമായിട്ട് ഒത്തിരി തകരം ഞാൻ കണ്ടതാണ്. ഞാൻ ഒരു ദൃക്സാക്ഷിയാണ് അതിൽ.
അത് ഒരു 10 വർഷത്തിന് മുമ്പ് നടന്നൊരു സംഭവമാണ്. ഇപ്പം അവൾ കല്യാണം കഴിച്ച് അവൾക്കൊരു കുട്ടിയുണ്ട്, ഫാമിലി സന്തോഷമായിട്ട് പോകുന്നു. പക്ഷേ അന്ന് അവർ അനുഭവിച്ച ടെൻഷനും വിഷമവും എല്ലാം ഞാൻ മരിക്കണമെന്ന് വരെ ആ പെൺകുട്ടി എന്നോട് പറഞ്ഞതാണ്. അപ്പം ഇതിലെല്ലാം നമ്മൾ ചെയ്യുക, അങ്ങനെ ആലോചിക്കരുത്, ഇതും കടന്നു പോകും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ നിർത്തിയതാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുക, ഈ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ടുപോയി നമ്മളെ ശരീരം യൂസ് ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ അവർക്ക് കൊടുക്കുന്ന ലൈസൻസ് ആയിട്ട് എടുക്കരുത്. പിന്നെ അതിനെ ചൊല്ലി നമ്മൾ ചെന്ന് ഒരു പരാതി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം, അത് പരാതി പറയണമെങ്കിൽ അത് കഴിഞ്ഞ ആ സ്പോട്ടിൽ നമ്മൾ ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്യുക, ഇവൻ ആൾ ശരിയെന്ന് അപ്പം മനസ്സിലാക്കുക. അത് ചെയ്യാതെ വർഷങ്ങൾ കഴിഞ്ഞു, ഇല്ലെങ്കിൽ അതിൻ്റെയൊക്കെ സമയങ്ങളൊക്കെ ഇത്രയും കഴിഞ്ഞ ശേഷം ഇവൻ ആൾ ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് ഇങ്ങനൊരു കേസ് കൊടുത്തിട്ടോ എവിടെയും നമ്മളൊന്നും നേടാൻ പോകുന്നില്ല. നമ്മൾ കുറച്ച് നാറുക എന്നല്ലാതെ വേറെ ഒന്നും നമ്മൾ സമ്പാദിക്കാൻ പോകുന്നില്ല. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. ഇത് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ആരും വേറെ ഒന്നും എന്നോട് വിചാരിക്കരുത്. ഈ പീഡന പരമ്പര ഇങ്ങനെ തുടർന്നുകൊണ്ട് വരുന്നത് കൊണ്ട് മാത്രമാണ് ഇത് നിങ്ങളോട് ഷെയർ ചെയ്തത്. കാരണം ഞാനിപ്പോൾ ഈ റീസണിൽ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ മെട്രോയിൽ കയറിയതാണ്. കുറേ പെൺകുട്ടികളും കുറേ ആൺകുട്ടികളും, എൻ്റെ ഓപ്പോസിറ്റ് ആൺകുട്ടികൾ നിൽക്കുന്നുണ്ട്. അന്നേരം അതിൽ അവനൊരു 16-17 വയസ്സേ ഉള്ളൂ കേട്ടോ. അവൻ സംസാരിക്കുന്നത് അവൻ്റെ ഗേൾഫ്രണ്ടിനെ കുറിച്ചാണ്. അതും പറയുന്നത് അടുത്ത് നിൽക്കുന്ന ഒരു ഫ്രണ്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുക. പക്ഷേ അത് ഇപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റാത്തതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് പറയാം. ഇല്ലെങ്കിൽ കുട്ടികൾക്ക് പരിസര ബോധം ഇല്ലെന്ന് ആലോചിക്കുക. പരസ്യമായിട്ടാണ് ഇവർ ആ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അതിൻ്റെ ഒരു വിചാരിക്കുക നമ്മൾ അടുത്ത് നിൽക്കുന്നത് മുതിർന്നവരാണ്, ഇല്ലെങ്കിൽ ഇവരിത് കേൾക്കുന്നുണ്ട് എന്നൊക്കെ ചിന്തിക്കുക. ഇതൊന്നും ഇവർ ചിന്തിക്കുന്നില്ല. ഇവരിന്ന് അങ്ങ് പറയുകയാണ്, ഇവരെ ഗേൾഫ്രണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. അതും ആ പെൺകുട്ടി പോലും അറിയുന്നില്ല ഇവന്മാർ സംസാരിക്കുന്ന എന്ത് കാര്യങ്ങളാണെന്ന്. ഇപ്പോൾ സ്കൂളിലോ കോളേജിലോ മക്കളെ വിട്ടാൽ അവർ പഠിച്ച് അവർ ലെവലെത്താൻ വേണ്ടിയിട്ടാണ് രക്ഷകർത്താക്കൾ അവരെ വിടുന്നത്. അവിടെ പോയി അവർ പഠിക്കാതെ അവർ ഇവന്മാരൊപ്പം കറങ്ങിയും ചുറ്റിയും നടന്നിട്ട് ആ ഒരു രീതിയിൽ ഇവന്മാർ വന്നിരുന്ന് സംസാരിക്കുന്ന വാക്കുകൾ നമ്മളത് കേൾക്കാൻ കൊള്ളാത്ത രീതിയിലുള്ള സംസാരമാണ് സംസാരിക്കുന്നത്. എന്നിട്ട് ഇവന്മാരൊക്കെ പഠിച്ച് അവന്മാർ പല ബാംഗ്ലൂരോ എവിടെയെങ്കിലുമൊക്കെ പോയി കണ്ട തോന്നിയ സ്ഥലം കാണിച്ച് ഈ ലെവലാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇതൊക്കെ തന്നെയാണ് ഇവന്മാർ ചെയ്തു കൂട്ടുന്നത്. അതും ഒരു നല്ല സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ. ഓളെടുത്ത് നല്ല യൂണിഫോമിലൊക്കെയാണ് വന്നിരിക്കുന്നത്. അതുപോലെയാണ് കുറേ പെൺപിള്ളാരും. അയ്യോ, ഇതേ കണക്ക് ബെറ്ററായി കയറി ചെയ്തിട്ട് അങ്ങ് ഇവർക്ക് ഈ സ്കൂളിൽ സംസാരിക്കാനൊന്നുമില്ല, വീട്ടിൽ സംസാരിക്കാനൊന്നുമില്ല. ഈ പൊതുസമൂഹത്തിൽ ആൾക്കാരിടയ്ക്ക് മാത്രമാണ് ഈ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഇത്ര ഒച്ചത്തിൽ സംസാരിക്കാനുള്ളത്. ഇത് ഞാൻ കണ്ട കാര്യമാണ്. ഞാൻ ആലോചിച്ച് ഇവരെന്തിനിങ്ങനെ ഒച്ച വയ്ക്കുന്നത്? ഇവർക്ക് ബസ്സിൽ കയറിയാൽ ബസ് യാത്ര ചെയ്ത് മാന്യമായിട്ട് സംസാരിച്ച് ഇറങ്ങിപ്പോവാം. ഇതങ്ങ് അട്ടഹാസമാണ്. കാരണം പരിസരത്ത് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ഡിസ്റ്റർബൻസ് ചെയ്യുന്ന മാതിരിയാണ് ഈ ആണും പെണ്ണുങ്ങളും കിടന്ന് ഈ ഒച്ച വെക്കുന്നത്, ഈ പെൺകുട്ടികളും ഒച്ച വെക്കുന്നത്. സംസാരിക്കുകയാണ് അവർ. അത് അവരുടെ ലോകം ക്രിയേറ്റ് ചെയ്തിട്ട് അവരെല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത്. അത് കണ്ടു നിൽക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാവും ഇവർ കാണിച്ചു കൂട്ടുന്ന ഇവരെ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ലോകം മാറി എന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മളും ആ ഒരു പ്രായം കഴിഞ്ഞൊക്കെ തന്നെയാണ് നമ്മളും ഇവിടെ എത്തിപ്പെട്ട് നിൽക്കുന്നത്. പക്ഷെ നമ്മളാരും ഒരിക്കലും ഇങ്ങനെ പൊതു ആൾക്കാരെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പെരുമാറില്ലായിരുന്നു. അത് ഇപ്പം ഇന്ന് സ്കൂളുകളിലായാലും കോളേജുകളായാലും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ബേസിക് മര്യാദയാണ് പരിസരബോധവും. വലിയ പരിസരത്ത് നിൽക്കുന്ന ആൾക്കാരെയും നമ്മളെങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണമെന്നുള്ള രീതിയിൽ. അത് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ അതൊട്ടുമില്ല. അത് 100% ആണ്. പിന്നെ പീഡനത്തിൽ നമ്മൾ മാറിപ്പോകരുത്. പിന്നെ നമ്മൾ ഈ ഇടയിൽ ഞാനൊരു ന്യൂസിൽ കണ്ടതാണ്, ഒരു പ്രായം ചെന്ന അപ്പൂപ്പൻ, പുള്ളി ഒരു വാച്ചറായിരുന്നു. പക്ഷെ ആ പുള്ളി ഒരു പെൺകുട്ടി അയാൾ പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് ആ പുള്ളിയുടെ പേർക്ക് കേസ് കൊടുത്തിട്ട് ആ പുള്ളി 2 വർഷം കൊണ്ട് ജയിലിൽ കിടന്നു. പക്ഷെ ഇപ്പോൾ തെളിഞ്ഞ് പുള്ളി നിരപരാധിയാണെന്ന്. പക്ഷെ ആ പുള്ളി എന്നിട്ട് പോലും ആ പെൺകുട്ടീനെ, ആ പുള്ളിയുടെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടു, പക്ഷെ എന്നിട്ട് പോലും ആ പെൺകുട്ടീനെ ആ പുള്ളി കുറ്റം പറയുന്നില്ല. അവളുടെ സാഹചര്യം കൊണ്ട് അവളത് പറഞ്ഞു എന്നാണ് ആ പുള്ളി പറയുന്നത്. ആ പുള്ളി അനുഭവിച്ച മാനസികാവസ്ഥയും ആ പുള്ളിയുടെ കുടുംബം അനുഭവിച്ച മാനസികാവസ്ഥയും ആ പുള്ളിക്കാരൻ കാണേണ്ട നാട്ടുകാർ, ആ പുള്ളിയെ മനസ്സിലാക്കേണ്ട ആൾക്കാർ മനസ്സിലാക്കുമെന്നാണ് പുള്ളി പറയുന്നത്. പക്ഷെ എന്നാലും ആ പുള്ളി അനുഭവിച്ചൊരു മാനസികാവസ്ഥയുണ്ട്. ആ കുട്ടി ചെയ്തതെന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു പയ്യനുമായിട്ട്. അത് ഈ പുള്ളിക്കാരൻ കണ്ട് സ്കൂളിൽ കണ്ടത് അത് ഈ വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് ഭയന്നിട്ട് കൊടുത്ത പണിയാണിത്. അപ്പോൾ ഇപ്പോഴും ഈ കാലത്ത് ഇതൊക്കെ നടക്കുന്നുണ്ടോ നിങ്ങൾ ആലോചിച്ചോണം. നമ്മളുടെ മക്കളെ നമ്മൾ എങ്ങനെയൊക്കെ വിചാരിച്ചാണ് ഒരു സ്കൂളിലായാലും കോളേജിലും ചേർക്കുന്നത്. അതായത് ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ ആലോചിച്ചോണം. അപ്പം ഈ പീഡനം എന്ന് പറയുന്ന ഒരു കാര്യം, ഇല്ലെങ്കിൽ നമ്മൾ ഉപദ്രവിക്കുക എന്ന് പറയുന്ന കാര്യം, നമ്മളെ ഒരാൾ ഉപദ്രവിച്ചാൽ ആ സ്പോട്ടിൽ നമ്മളത് റിയാക്ട് ചെയ്യുക.
അവർക്ക് പിന്നെ അവരെ പോകാൻ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇഷ്ടമില്ല നമ്മുടെ ശരീരത്തൊന്നും തൊട്ടാൽ ആ സ്പോട്ടിൽ റിയാക്ട് ചെയ്യും. നമുക്ക് ഏറ്റവും അടുത്തൊരു വ്യക്തികളെ പോയി കണ്ട് അവരോട് സംസാരിച്ച് ആ സ്പോട്ടിൽ ആ ഒരു മിനിറ്റ് പോലും സെക്കൻഡ് പോലും വിടാതെ അവൻ്റെ പേർ കൊണ്ട് കേസ് കൊടുത്ത് അവനെ അകത്താക്കുക ചെയ്യേണ്ടത്. അല്ലാതെ വർഷങ്ങളോളം വർഷങ്ങളോളം വെയിറ്റ് ചെയ്തിട്ട് ഇത് ചെയ്യരുത്. അത് മോശാവസ്ഥയാണ്. അതൊരിക്കലും അങ്ങനെ ആവാൻ പാടില്ല. ഒരാൾ നമ്മുടെ സമ്മതമില്ലാതെ നമ്മുടെ ശരീരത്ത് തൊടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സ്പോട്ടിൽ നമ്മൾ പ്രതികരിക്കണം. അവനെ അത് ഉള്ളിലകത്താക്കിയിരിക്കണം. അല്ലാതെ വർഷങ്ങളോളം കാലങ്ങളോളം കഴിഞ്ഞിട്ട് എന്നെ ഇവൻ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് യൂസ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തിട്ട് ഒന്നും ചെയ്യാനില്ല. സീരിയസ്ലി പറയാം, ഇത്രയും വർഷങ്ങളായി. അത് ആ കുട്ടി പിന്നെ അത് മാത്രമല്ല, ആ വ്യക്തിയായിട്ട് പല സമയത്തും ഒരുമിച്ച് ഒരു 3-5 ദിവസം ഒരുമിച്ച് താമസിച്ച ദിവസങ്ങളൊന്നും അടുത്ത് പോലീസ് സ്റ്റേഷൻ ഇല്ലായിരുന്നു. അതാ ചോദിക്കുകയാണ്, അടുത്തെങ്ങും ഒരു പോലീസ് സ്റ്റേഷൻ ഇല്ലായിരുന്നു. ആൾക്കാരെ കാണാത്ത ഒരു ലോകത്താണോ നിങ്ങൾ താമസിച്ചത്? അല്ലല്ലോ, ഹോട്ടലിൽ തന്നെയല്ലേ താമസിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾ പുറത്തിറങ്ങി കാണുമല്ലോ. ആ സമയത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാമായിരുന്നല്ലോ. ഇവൻ ആൾ ശരിയല്ല നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ സ്പോട്ടിലൊന്ന് നിങ്ങൾക്ക് പിന്മാറായിരുന്നല്ലോ. അതൊന്നും ചെയ്യാതെ ഇത്രയും വർഷം വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഇപ്പോൾ കൊണ്ടുവന്ന് എന്നെ പീഡിപ്പിച്ചു, എന്നെ കല്യാണ വാഗ്ദാനം തരാമെന്നും പറഞ്ഞുകൊണ്ട് കല്യാണം കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് അത് മോശമായ രീതികളാണ്. പിന്നെ ഇതിൽ ആണിന് മാത്രമല്ല കുറ്റം, പെണ്ണും അതിൽ കുറ്റക്കാരി തന്നെയാണ്. രണ്ടുപേരെ ഒരുപോലെ ഇതിന് ശിക്ഷ കൊടുത്ത് അകത്താക്കണം. കാരണം ഇപ്പോൾ ഒരാൾ കല്യാണം കഴിക്കാമെന്ന് പറയുമ്പോൾ ചെന്ന് പെണ്ണ് നിന്ന് കൊടുക്കുന്ന ഒരു ലൈസൻസ് അല്ല അത് പെണ്ണിനോട് തന്നെ ചെയ്യുന്ന ദ്രോഹമാണ്. കല്യാണം എന്ന് പറയുന്നത് ഒരു നമ്മുടെ ലോകത്ത് നടക്കുന്ന ഒരു പ്രപഞ്ച സത്യമാണ്. കല്യാണം വെച്ചാൽ 2 കുടുംബങ്ങൾ തമ്മിൽ 2 പേരെ ചേർത്ത് വെക്കുന്ന ഒരു വലിയ ചടങ്ങാണത്. ആ ചടങ്ങിൻ്റെ പേരും പറഞ്ഞ് നമ്മൾ ഒരാളെ കൊണ്ടത് നമ്മുടെ ശരീരം തൊടാൻ കൊടുക്കുന്നത് അത് ലൈസൻസ് അവർക്ക് കൊടുക്കുന്നത് അത് ശരിയായ രീതിയല്ല. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ചൂഷണം ചെയ്യാൻ കൊടുക്കുന്നതിനുള്ള രീതിയായി പോകും. അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കുക. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യാതിരിക്കുക. പെൺകുട്ടികൾ പ്രേമിച്ചോ, പക്ഷെ ഒരിക്കലും ശരീരത്തിൽ തൊട്ടോ ഒന്നും ചെയ്യരുത്. അതുപോലെ ഞാൻ കണ്ടതാണ് വേറൊരു പെൺകുട്ടി ഒരു സ്ഥലത്ത് മെട്രോ കയറിയാണ്. അപ്പോൾ വിളിക്കുന്നത്, ഞാൻ ഇന്ന സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്, അവിടെ നിൽക്ക്. അപ്പം ആ ഒരു സ്റ്റേഷനെത്തി ഞാനിങ്ങനെ ട്രെയിനിലും ബസ്സിലും എവിടെ പോയാലും പൊതു സ്ഥലങ്ങളിൽ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കും. അന്നേരം ആ പുള്ളിക്ക് ഒരു ചെറിയ പെണ്ണോ, ഒരു 10-22 വയസ്സ് വരും. ആ ചെറുക്കനും പെണ്ണും 10-25 വയസ്സ്. അത് ശരിക്കും പറഞ്ഞാൽ ആങ്ങളെയും പെങ്ങളൊന്നും അല്ല. അത് നമുക്ക് അവരെ നടത്തയിലും പെരുമാറ്റത്തിൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ആ ചെറുക്കനെ വിളിച്ച് ഞാനേ ഇന്ന സ്ഥലത്താണ് ഇരിക്കുന്നത്, കറക്റ്റ് സ്ഥലം വരെ പറഞ്ഞു കൊടുക്കുന്നത്, ഇന്ന സ്ഥലത്താണ് ഇരിക്കുന്നത്. അന്നേരം ചെറുക്കൻ അവിടെ നിന്ന് കയറി, കല്യാണം കഴിച്ചവരും അല്ല, കയറി. അന്നേരം ഈ പെണ്ണ് എവിടുന്നോ വന്നതാണ്. അന്നേരം ഈ ചെറുക്കനും ആ ഒരു ലാസ്റ്റ് കയറി അവിടെ വന്നിരുന്ന് സ്ഥലം ഒതുക്കി കൊടുത്ത് അവിടെ ഇരുന്ന് കണ്ടപ്പോൾ തന്നെ ഒരു ഇതൊക്കെ നടത്തി. പിന്നെ 2 പേരും കൂടെ ബസ് സ്റ്റാൻഡെത്തിയപ്പോൾ ഇറങ്ങി നടന്നു പോയി. ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികളും ഇതേക്കുള്ള പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. സീരിയസ്ലി പറയാം. കാരണം നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ മക്കൾ ഇപ്പം പിന്നെ വേറൊരു രീതിയാണ്. പല സ്ഥലം ജോലി ചെയ്ത സ്ഥലത്ത് ഒരുമിച്ച് പ്രേമിച്ച് നടക്കുന്ന ആൾക്കാർ, അത് അവർ വീട്ടുകാർ പോലും അറിയത്തില്ല ഇവർ പ്രേമിച്ച് നടക്കുന്നത്. കാരണം ലീവ് എടുത്ത് പല സ്ഥലങ്ങളിൽ പോവുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പല പെൺകുട്ടികളും ചെയ്യുന്നുണ്ട്. ഈ നമ്മുടെ പെൺമക്കൾ എല്ലാം നല്ലതാണെന്ന് ഒരിക്കലും പറയട്ടെ, അവരായാലും ചെറിയ തെറ്റുകളൊക്കെ ഇപ്പോഴുണ്ട്. നമ്മൾ പലതും കാണുന്നുണ്ട്, പല രീതിയിലും. ആൺകുട്ടികൾ ഇങ്ങനെ ഒരു കേസ് വന്നാൽ ഇവർ 2 പേരെ ഒരുപോലെ പിടിച്ചകത്തിടുക. കാരണം അത് അകത്തിടായി. പിന്നെ ഈ ക്രൂരമായി ഉപദ്രവിക്കുന്ന ആണുങ്ങളെ സ്പോട്ടിൽ തിരിച്ചറിഞ്ഞിട്ട് ഉമാരെ ഇല്ലാതെ ആക്കിയേക്കണം. പിന്നെ ഉമാരെ വെച്ച് പൊറപ്പിക്കണം. ഇവിടെ ഗോവിന്ദൻ ചാമിനെ വെച്ച് നമ്മൾ തീറ്റി കൊടുക്കുന്നതൊക്കെ ആക്കാൻ നിൽക്കരുത്. അന്നേരം നമുക്ക് ഈ സ്ത്രീകൾക്ക് എങ്ങനെയായാലും മനസ്സിലാവും ഇവന്മാരെങ്ങനെയുള്ളതാണെന്ന്. അതില്ലെന്നൊന്നും ഒരിക്കലും പറയരുത്. കാരണം ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയുള്ളതാണ്. കുറേ വർഷം മുമ്പ് ആ പെൺകുട്ടികൾക്കാണെങ്കിൽ വിവരമില്ലെന്നെങ്കിലും പറയാം. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയല്ല. അവർ ഈ ലോകം കണ്ടു തന്നെയാണ് വളരുന്നത്. ഇപ്പോൾ ഏതൊരു മൊബൈലായാലും, ഇപ്പോൾ സ്കൂളിൽ ഇരുന്നാലും, ഇപ്പോൾ നമ്മൾ മെട്രോ തന്നെ കാരണം നിങ്ങൾ ആലോചിച്ചോ, ഞാൻ സ്കൂളിലിപ്പോൾ മെട്രോ ഒറ്റയ്ക്ക് തന്നെ യാത്ര എല്ലാവരും ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എല്ലാവരും ഈ മൊബൈൽ നോക്കി ഞാൻ എല്ലാവരെയും ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഒരു മനുഷ്യർ പോലും ആ ഒരു സാധനം കയ്യിൽ നോക്കാതിരിക്കുന്ന ഞാൻ ആ ഒരു 2 ദിവസം ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും അങ്ങോട്ട് മെട്രോയിലോട്ട് കയറും, ഇതെടുത്ത് വെച്ചിട്ട് പരസ്പരം ഒരു ചിരി പോലും ഇല്ല ഇങ്ങനെ. പിന്നെ ഈ പെൺകുട്ടികളോ ആൺകുട്ടികളോ അവർക്കതൊരു ഇവർ ഏറ്റവും കൂടുതൽ ഇതൊക്കെ കാണിക്കാൻ ഈ ഒച്ചത്തിൽ സംസാരിക്കാൻ കാരണം ഈ ഇരിക്കുന്ന ആൾക്കാരുടെ ചെവിയിലെല്ലാം മറ്റേ ഈ ചെവിയിലും ഈ മൊബൈൽ ഇയർബഡ്സ് അതായി ഇരിക്കുന്നത്. എന്നിട്ട് ഇവത്തുങ്ങൾക്ക് വിചാരം ഇവരിത് കാണില്ല കേൾക്കില്ല എന്നുള്ള രീതിയിലാണ് ഇവത്തിങ്ങളിത് സംസാരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അന്നേരം ഈ കയറുന്നവരെല്ലാവരും ഈ ഹെഡ്സെറ്റ് അല്ലെങ്കിൽ ഇയർഫോൺ ഇങ്ങനെ ചെവിയിൽ വെച്ചിട്ടാണ് ഈ മൊബൈൽ ഓപ്പൺ ആക്കി ഇങ്ങനെ ഇരിക്കുന്നത്.
ഇങ്ങനെ ഇരിക്കുന്നത്. എന്നാൽ ഇവർക്ക് ഇതിൻ്റെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയില്ല. ഈ ട്രെയിനകത്ത് ഇല്ലെങ്കിൽ എന്താ ഇവർ ഈ സംസാരിക്കുന്ന ഒന്നും ഇവർക്ക് അറിയാനേ പറ്റത്തില്ല. അന്നേരമാണ് ഈ ആൺകുട്ടികൾ, എൻ്റെ ഫ്രണ്ടിൽ നിന്ന് 2 ആൺകുട്ടികൾ സംസാരിച്ചത് വെറും മോശമായിട്ടാണ് അവരെ ഗേൾഫ്രണ്ടിനെ കുറിച്ച് സംസാരിച്ചത്. ഞാൻ ആലോചിച്ചു, എന്ത് വൃത്തികെട്ട പിള്ളേരാണ് ഇപ്പോഴത്തെ സമൂഹത്തിലുള്ളത്. അതേയോ കുറേ പെൺപിള്ളേർ, അയ്യോ, ആൺപിള്ളേരും പെൺപിള്ളേരും വന്നിട്ടങ്ങ് ഒച്ചയോടൊച്ച ട്രെയിനകത്ത്. അതും മോശക്കാര്യം തന്നെയാണ്. കാരണം ഇത് ഇന്നത്തെ സ്കൂളിലും കോളേജിലും ഈ പൊതുസമൂഹത്ത് ഇറങ്ങിയ ഇവരെങ്ങനെ നടക്കണമെന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കേണ്ട ഒരു കാലഘട്ടം കൂടെയാണിത്. ഇത് സീരിയസ്ലി പറയാം, അതൊന്നും നമ്മുടെ മക്കൾക്ക് അറിയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. എനിവേ എനിക്ക് പറയാനുള്ളത് ഇതാണ്, നമ്മളെ ഒരാൾ യൂസ് ചെയ്താൽ ആ സ്പോട്ടിൽ നമ്മൾ അതിനെതിരെ പ്രതികരിക്കുക. അല്ലാതെ കാലങ്ങളോളം വെച്ച് നീട്ടിക്കൊണ്ട് കൊടുത്ത് അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ട് നമ്മളിത് കൊടുക്കരുത്. അപ്പം എനിക്കിന്ന് ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇല വന്ന് മുള്ളി വീണാലും മുള്ള് നിലയെ വീണാലും 2 വശത്തിന് ഇപ്പോൾ കേടുണ്ടല്ലോ, സത്യം പറയാമല്ലോ. അല്ല ഒരു വശത്ത് മാത്രം കേടുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ശ്രദ്ധിച്ച് ജീവിക്കുക. ഇന്ന് ഈ സമൂഹത്തിൽ ലോകം വളരെ മോശപ്പെട്ട രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകമല്ല, ലോകത്തുള്ള മനുഷ്യർ. അന്നേരം അതുപോലെ നമ്മളും നമ്മുടെ ഓരോ നിമിഷവും നമ്മൾ കെയർ ചെയ്ത് തന്നെ ജീവിക്കണം. അപ്പോൾ എനിക്കിത് ഇതാണ് പറയാനുള്ളത്. എല്ലാവരും സന്തോഷവും സമാധാനത്തോടെ ഇരിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റ.